ഇനിയിപ്പോൾ ഈ KPCC അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തർക്കങ്ങളൊക്കെ കുറച്ച് അധിക നാളുകളായി ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഈ അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റുന്നത് കരുതലോടെ മതിയെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് ഇപ്പോഴുള്ളത്. പുനഃസംഘടനയുടെ ഭാഗമായി പദവിയിൽ നിന്ന് മാറേണ്ടി വരുമെന്ന സുധാകരനെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചിരുന്നു. അഹമ്മദാബാദ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് വിവരം കൈമാറിയത്. എന്നാൽ മാറണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് സുധാകരൻ ആവർത്തിക്കുന്നത്. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, എന്തായാലും KPCC നേതൃമാറ്റം ഒരു കീറാമുട്ടിയായി കോൺഗ്രസിന് മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിൽ കോൺഗ്രസിനെയും ഹൈക്കമാൻഡിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്നത് KPCC അധ്യക്ഷൻ തന്നെയാണ്. ജീവനുള്ളിടത്തോളം കാലം പാർട്ടിയെ നയിക്കുമെന്നൊക്കെ പറയുന്ന KPCC അധ്യക്ഷൻ ഒരിക്കൽ പോലും ഹൈക്കമാൻഡ് തന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പൊതുവേദികളിൽ പറഞ്ഞു തന്നെ ഹൈക്കമാൻഡിനെയും നേതൃത്വത്തെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവധാനതയോടെ കാര്യങ്ങൾ നീക്കുകയാണെങ്കിലും ഇത് സുധാകരനെ പറഞ്ഞ് മനസ്സിലാക്കിയ അനുനയത്തിലൂടെ നേടിയെടുക്കുക എന്നുള്ളത് ഹൈക്കമാൻഡിന് മുൻപിൽ വലിയ വെല്ലുവിളി തന്നെയാണല്ലേ? ജിൽസി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും KPCC അധ്യക്ഷൻ K സുധാകരനെ ഉടൻ മാറ്റേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ നടന്ന ചർച്ചയിൽ പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്നലെ നടന്ന ചർച്ചയിൽ പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞു വന്നത് KPCC അധ്യക്ഷൻ മാധ്യമങ്ങളുള്ള പരസ്യ പ്രസ്താവനയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇങ്ങനെയുള്ള ചർച്ച നടന്നിട്ടില്ല, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അദ്ദേഹത്തിനോട് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതിൽ വലിയ അമർഷമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനുള്ളത്. പ്രത്യേകിച്ച് ഈ അഹമ്മദാബാദ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഗുജറാത്തിലെയും അതുപോലെ ഒഡീഷയിലെയും PCC അധ്യക്ഷന്മാരെ പുതുതായിട്ട് നിയമിച്ചതാണ്. ആ സമയം തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹത്തിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പക്ഷേ താൻ മാറുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ യാതൊരു അറിവും തന്നിട്ടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം തന്നിട്ടില്ല എന്നും തനിക്ക് ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ താൻ പ്രാപ്തനാണെന്നുമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ തലവേദനയായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തെ KPCC അധ്യക്ഷൻ K സുധാകരനെ നിയന്ത്രിക്കുന്ന ഒരു ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ള ആവശ്യമൊക്കെയും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ആലോചനയിലാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ആവശ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അഹമ്മദാബാദ് സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ PCCകൾ പുനഃസംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് KPCC അധ്യക്ഷന്മാരെ മാറ്റുന്നത്. അതിപ്പോൾ ആദ്യമായിട്ട് നടന്നിരിക്കുന്നത് ഗുജറാത്തിലും അതുപോലെ ഒഡീഷയിലുമാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങൾ മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്ന ആദ്യഘട്ടം മുതൽക്ക് തന്നെ KPCC അധ്യക്ഷൻ K സുധാകരനോട് ഈ കാര്യം ചർച്ച ആയെന്നും അദ്ദേഹം മാറി നിൽക്കാമെന്നുള്ള സന്നദ്ധതയൊക്കെ അറിയിച്ചെന്നും പാർട്ടി എന്ത് പറഞ്ഞാലും താൻ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള കാര്യം അദ്ദേഹം ആദ്യം വ്യക്തമാക്കിയത്. എന്നാൽ വളരെ വേഗത്തിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട് മാറ്റം ഉണ്ടായത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും താൻ തുടരുമെന്നും അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്ര നേതൃത്വം ഹൈക്കമാൻഡ് തന്നോട് പറഞ്ഞിട്ടില്ല എന്നും രാഹുൽ ഗാന്ധിയും അതുപോലെ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയാണ് തന്നോട് സംസാരിച്ചതെന്നും രാഹുൽ ഗാന്ധി തന്നെ ആശ്രയിച്ചെന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞത്. അദ്ദേഹം ഉടൻ മാറാൻ തയ്യാറല്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം ഇപ്പോൾ മുൻപോട്ട് വെച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രസ്താവനയ്ക്കെതിരെ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയാണുള്ളത്. കഴിഞ്ഞ ദിവസം പ്രതികരിച്ച KC വേണുഗോപാൽ മാധ്യമങ്ങളെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഉചിതമായ സമയത്ത് തീരുമാനിക്കും കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ പാർട്ടി അത് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉടൻ മാറ്റം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. വളരെ അവധാനതയോടുകൂടി തന്നെ സാവധാനത്തിൽ അത് ചർച്ച ചെയ്ത് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് അദ്ദേഹത്തിന് മറ്റൊരു പദവി നൽകിയതിനു ശേഷം മാത്രമായിരിക്കും KPCC അധ്യക്ഷൻ K സുധാകരനെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്തുകയുള്ളൂ. ജിൽസി.